ടെക്നിക്സ് ഫോർ എഫക്റ്റീവ് മെമ്മറൈസേഷൻ. എഫക്റ്റീവ് മെമ്മറൈസേഷന് വേണ്ടിയിട്ടുള്ള ടെക്നിക്സുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ എന്താണ് മെമ്മറൈസേഷൻ? സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മൾ ഇൻഫർമേഷൻസ്, അതായത് വിഷ്വലായിട്ടോ ഓഡിറ്ററി ആയിട്ടോ ടാക്ടൈൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസിന് നമ്മൾ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാനും ആവശ്യാനുസരണം റിട്രീവ് ചെയ്യാനും കഴിയുന്ന ഒരു മെൻ്റൽ പ്രോസസ്സാണ് മെമ്മറൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അതിന് ജനറൽ ആയിട്ടുള്ള ടെക്നിക്കുകൾ നോക്കാം. മെയിൻ ഐഡിയ ബിഹൈൻഡ് മെമ്മറൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഫോർമേഷൻസിനെ റിട്രീവ് ചെയ്യുന്നതല്ലേ. അപ്പോൾ എന്തൊക്കെ ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം? നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ ഡിഡക്റ്റീവ് അപ്രോച്ച്, അതായത് ജനറൽ ടു പർട്ടിക്കുലർ എന്ന രീതിയിൽ പഠിക്കാം. അസോസിയേഷൻസ് അല്ലെങ്കിൽ ലിങ്കിങ് കണ്ടെത്താം. ഒരു പുതിയൊരു ഇൻഫോർമേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും വായിച്ച് നോക്കുമ്പോൾ നമ്മളത് ആ ഒരു ഇൻഫോർമേഷൻ നമ്മളെ ലോങ് ടേം മെമ്മറിയിലോട്ട് പോകും. പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് വഴി നമ്മളെ ഡൗട്ടുകളായാലും ഇൻഡിഫറൻസ് ആയാലും കുറയുകയും ആ കൺസെപ്റ്റ് നമുക്ക് ക്ലിയറായി മനസ്സിലാവുകയും ചെയ്യും. പിന്നെ നമ്മളൊരു ന്യൂ ഇൻഫോർമേഷൻസ് ലേൺ ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ റിയൽ ലൈഫുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സുമായിട്ട് കണക്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും മെമ്മറൈസേഷൻ. അതുപോലെ സെൻസസിനെ കമ്പൈൻ ചെയ്ത് പഠിക്കുക, ലിമിറ്റിംഗ് ടെക്നിക്സുകൾ യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് ജനറലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകൾ. ഇനി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സുകൾ നമുക്ക് നോക്കാം. അതായത് മെമ്മറിയിൽ ഒരു ഇൻഫോർമേഷൻസ് മീനിങ് ഫുള്ളായിട്ട് അറേഞ്ച് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ആവശ്യാനുസരണം അത് റിട്രീവ് ചെയ്യാനും വേണ്ടി സഹായിക്കുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കുകൾ ഏതൊക്കെയാണെന്ന്. ഇതിൽ ഫസ്റ്റ് വരുന്നത് അസോസിയേഷനാണ്. അതിൻ്റെ പേര് പോലെ തന്നെ ഒരു ന്യൂ ഇൻഫോർമേഷൻസിന് നമ്മൾ മറന്നു പോവാത്ത രീതിയിലുള്ള എന്തെങ്കിലുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലിങ്ക് ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു അസോസിയേഷൻ ടെക്നിക്കിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ അത് നമ്മളൊരു ന്യൂ ഇൻഫോർമേഷൻസിനെ പഴയൊരു ഇൻഫോർമേഷനുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ഇൻഫോർമേഷൻസ് തമ്മിലൊരു കണക്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇൻഫോർമേഷൻസിനെ ഫേംലി ആയിട്ട് മെമ്മറിയിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. ഈ ഒരു അസോസിയേഷൻ മ്യൂസിക്കായിട്ടോ അല്ലെങ്കിൽ ഇമേജസ് ആയിട്ടോ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു അസോസിയേഷൻ ലോജിക്ക് ആവണമെന്നോ അല്ലെങ്കിൽ സെൻസിബിൾ ആവണമെന്നൊന്നുമില്ല. ഫണ്ണി ആയിട്ട് അല്ലെങ്കിൽ ഇല്ലോജിക്കലായിട്ടോ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായിരിക്കും കൂടുതലായിട്ട് നമുക്ക് റിമെമ്പറൻസിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് കോഫി അണ്ണൻ എന്നുള്ളൊരു പേര് റിമെമ്പർ ചെയ്യണം. അപ്പോൾ നമ്മൾ തമിഴിൽ പറയാറില്ലേ അണ്ണൻ. അപ്പോൾ ഒരു എൽഡർ മാൻ, അണ്ണൻ കമ്മിങ് വിത്ത് എ കപ്പ് ഓഫ് കോഫി. അപ്പോൾ നമുക്ക് കോഫി അണ്ണൻ ആ ഒരു ടേം ഓർത്ത് വെക്കാം ഇങ്ങനെ ഒരു അസോസിയേഷൻ ചെയ്യുന്നത് വഴി. അടുത്ത സ്പെഷ്യൽ ടെക്നിക്കാണ് നിമോണിക്സ്. നിമോണിക്സിനെ സാധാരണയായി മെമ്മറി എയ്ഡ് എന്നാണ് വിളിക്കാറുള്ളത്. നിമോണിക്കോ എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നും നിമോണൈസ എന്ന ഗ്രീക്ക് ഗോഡസ് ഓഫ് മെമ്മറി എന്ന മീനിങ് വരുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ടേം വന്നിട്ടുള്ളത്. നിമോണിക്സ് എന്നത് വേർഡോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസോ അല്ലെങ്കിൽ പോയമോ ആവാം. ആർട്ടിഫിഷ്യൽ കണക്ഷൻസ് ഉണ്ടാക്കിക്കൊണ്ട് അൺഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിമോണിക്സ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. നിമോണിക്സിന് ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. നിമോണിക് ഇസ് ദ ടെക്നിക് ഓഫ് അസിസ്റ്റിംഗ് ദ മെമ്മറി ബൈ യൂസിങ് എ സിസ്റ്റം ഓഫ് ആർട്ടിഫിഷ്യൽ എയ്ഡ്സ് സച്ച് ആസ് റൈംസ്, സെൻറ്റൻസസ്, ഡയഗ്രാംസ്, acronyms, numbers, etc. to help the recall of names, dates, facts and figures. നിമോണിക്സിൽ വരുന്ന ഫസ്റ്റ് ടൈപ്പാണ് അക്രോണിം എന്ന് പറയുന്നത്. അതായത് നെയിംസ്, ഫ്രേസസ്, സ്റ്റെപ്സ് ഒക്കെ ഓർക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് സാധാരണയായിട്ട് യൂസ് ചെയ്യാറ്. അതിനായി നമ്മൾ ഓരോ വേർഡ്സിൻ്റെയും ഫസ്റ്റ് ലെറ്റർ യൂസ് ചെയ്യും. എന്നിട്ട് ഒരു മെമ്മറബിൾ വേർഡായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് അക്രോണിം എന്ന് പറയുന്നത്. ഇവിടെ ഇത് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് യുനെസ്കോ, വിബ്ജിയോർ ഒക്കെ നമ്മൾ ചെറുപ്പത്തിലേക്ക് കേൾക്കുന്ന ഒരു ടേമാണ് അല്ലേ. അതായത് 7 കളേഴ്സ് ഓഫ് സ്പെക്ട്രം ഓർക്കാൻ വേണ്ടിയിട്ട് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് ലെറ്റേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് വിബ്ജിയോർ എന്നുള്ള ടേം ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മളെ മെമ്മറിയിൽ നിൽക്കും വിബ്ജിയോർ എന്നുള്ളത് ഈ 7 കളേഴ്സിനെയാണ് ഓർമ്മിപ്പിക്കുന്നത് എന്ന്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് അക്രോസ്റ്റിക് ആണ്. അതായത് ഒരു ഐഡിയ ഓർക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ അക്രോസ്റ്റിക് യൂസ് ചെയ്യുന്നത്. അതായത് ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ കൊണ്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കും. അതൊരു ക്യൂ പോലെ ആയിരിക്കും ഉണ്ടായിരിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പ്ലാനറ്റ്സിൻ്റെ പേര് ഓർഡറിൽ ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു ഫണ്ണി സെൻറ്റൻസ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. മേരീസ് വയലറ്റ് ഐ മേഡ് ജോൺ സ്റ്റേ അപ്പ് നൈറ്റ് പൗണ്ടറിങ്. ഇതിൽ ഫസ്റ്റ് ലെറ്റേഴ്സൊക്കെ നമ്മൾ ഓരോ പ്ലാനറ്റ്സിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അതായത് എം മെർക്കുറി, വയലറ്റിൻ്റെ വി വീനസിന, ഐസിൻ്റെ ഇ എർത്തിന, അങ്ങനെ ഓരോ ലെറ്റേഴ്സും ഓരോ പ്ലാനറ്റ്സിന് കറസ്പോണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫണ്ണി സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നത് വഴി
നമുക്ക് ആ ഒരു ഓർഡർ കറക്റ്റായിട്ട് ആ ഒരു ക്യൂന്ന് കറക്റ്റായിട്ട് നമുക്ക് നമ്മളെ പ്ലാനറ്റ്സിൻ്റെ പേരുകൾ ഓർത്തെടുക്കാൻ പറ്റും. അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ചങ്കിങ് ആണ്. ഷോർട്ട് ടൈം മെമ്മറി കപ്പാസിറ്റി ബേസ് ചെയ്തുകൊണ്ട് നമ്പേഴ്സിനെ റിമെമ്പർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ചങ്കിങ് എന്ന് പറയുന്നത്. അതായത് ലാർജ് നമ്പർ നമ്മൾ ഗ്രൂപ്പായി തരംതിരിക്കുക ചെയ്യുന്നത്. 2 or 3 ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരള ഹൈവേ പോലീസിൻ്റെ നമ്പർ ഓർത്ത് വെക്കുകയാണെങ്കിൽ 9846100100 എന്ന. അപ്പോൾ അതിന് നമുക്ക് സെപ്പറേറ്റ് ചങ്ക്സ് ആയിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഓർക്കുകയാണെങ്കിൽ 9846100100. അപ്പോൾ കുറച്ചുകൂടി സിമ്പിളായില്ലേ അത് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട്. അടുത്ത മെമ്മറൈസേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് വേർഡ് ലെങ്ത് നിമോണിക്സ് ആണ്. പേര് പോലെ തന്നെ വേർഡിൻ്റെ ലെങ്ത്ത് നോക്കി മെമ്മറൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മെമ്മറി എയ്ഡാണിത്. ഇതിൽ നമ്പേഴ്സുകൾ ഓർഡറായിട്ട് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുക. അപ്പോൾ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഇൻ ഈച്ച് വേർഡ് നമ്മൾ കൗണ്ട് ചെയ്യും. ഈച്ച് വേർഡ് കറസ്പോണ്ട് ടു എ ഡിജിറ്റ്. അത് എത്രയാണോ കൗണ്ട് ചെയ്തിട്ട് കിട്ടുന്നത് അതായിരിക്കും ഒരു ഡിജിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളിൽ കൂടുതൽ പേർക്കും പൈയുടെ വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ 3.14 മാത്രമേ അറിയൂ. അതിൻ്റെ ബാക്കിയുള്ള ഡെസിമൽസ് ഒന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പം അതിൻ്റെ ബാക്കിയുള്ള 3.1415992 എന്നുള്ള ആ ഒരു ഡെസിമൽ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് വേർഡ് ലെങ്ത് നിമോണിക്സ് വഴി നമുക്കൊരു സെൻറ്റൻസ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. ഹൗ ഐ വിഷ് ഐ കുഡ് കൺസ്ട്രക്ട് മൈ ഫ്യൂച്ചർ ഹൗസ് ഫോർ ഗീസ. ഇതിൽ ഹൗ എന്ന വേർഡിലുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 നമ്പേഴ്സും ഐ എന്നുള്ള ആ ഒരു നമ്പർ, വിഷിലുള്ള 4 നമ്പർ, അതൊക്കെ ഓരോന്നായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഹൗവിൻ്റെ 3 പോയിൻറ്റ്, ഐ എന്നുള്ള 1, വിഷിൻ്റെ 4, വീണ്ടും ഐ എന്നുള്ള 1, കുഡിൻ്റെ 5, അങ്ങനെ ആ ഒരു രീതിയിൽ ഓർത്തെടുക്കുന്നതിനെയാണ് വേർഡ് ലെങ്ത് നിമോണിക്സ് എന്ന് പറയുന്നത്. ഇനി എഡ്യൂക്കേഷണൽ ഇമ്പോർട്ടൻസ് ഓഫ് നിമോണിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിമോണിക്സിന് എഡ്യൂക്കേഷനിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? തീർച്ചയായും ഉണ്ടല്ലേ. ക്ലാസ് റൂമുകളിൽ മെമ്മറി എൻഹാൻസിങ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് നിമോണിക്സിനെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ കുട്ടികൾ പഴയ ഇൻഫോർമേഷൻസിനെ പുതിയ ഇൻഫോർമേഷൻസുമായിട്ട് കണക്ട് ചെയ്യാനും നിമോണിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാധാരണയായി കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് പെട്ടെന്ന് ഇൻഫോർമേഷൻസ് റീകോൾ ചെയ്തെടുക്കാൻ പറ്റാതിരിക്കുന്നത്. അപ്പോൾ നിമോണിക്സുകൾ ഉപയോഗിക്കുന്നത് വഴി, ഇത്തരത്തിലുള്ള ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് വഴി കുട്ടികൾക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് അവരെ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റും. പിന്നെ ടീച്ചേഴ്സിനും വേർഡ്സ്, റൈംസ് രൂപത്തിലൊക്കെ കൺസെപ്റ്റുകളും ഐഡിയാസൊക്കെ ഫ്രെയിം ചെയ്യുന്നത് വഴി അവർക്കും അവർ സിമ്പിളായിട്ട് കുട്ടികളിലോട്ട് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറ്റും. നമുക്കറിയാം നിമോണിക്സിൽ പഴയ നോളജും പുതിയ നോളജും കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലേണിങ്സിനെ ഒരു വെബ് ഓഫ് നോളജ് ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഓരോ പുതിയ പുതിയ ഐഡിയാസും ആ വെബിൻ്റെ ഓരോ ത്രെഡുകളായിട്ടാണ് ആഡ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ മെമ്മറി ചലഞ്ചസ് ഉള്ള, പ്രോസസ്സിങ് ഡിസോർഡേഴ്സ് ഉള്ള സ്റ്റുഡൻസിന് നിമോണിക്സും ചങ്കിങ്സും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണയായി എഫക്റ്റീവ് മെമ്മറൈസേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകൾ.